വെൽക്കം ടു ആൻസർ കീസ്. അക്ഷരമുറ്റം കിസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. പ്രകൃതിയിലെ വിഘാടകർ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രകൃതിയിലെ വിഘാടകർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാക്ടീരിയ. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പ്രധാന പക്കവാദ്യം ഏതാണ്? കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പ്രധാന പക്കവാദ്യം ഏതാണ്? ഉത്തരം മിഴാവ്. മിഴാവാണ് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പ്രധാന പക്കവാദ്യം. കാണ്ഡത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് എല്ലാ ദിശകളിലേക്കും നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ഉള്ളതിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം നാരുവേര് പടലം. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏതാണ്? കേരളത്തിലെ ഏക നിത്യഹരിത വനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക നിത്യഹരിത വനം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് ആത്മകഥയ്ക്കൊരാമുഖം എന്ന കൃതി. മലയാളത്തിലെ ആദ്യ യാത്രാവിവരണമായി കരുതപ്പെടുന്ന കൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യ യാത്രാവിവരണമായി കരുതപ്പെടുന്ന കൃതി ഏതാണ്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാവിവരണമായി കരുതപ്പെടുന്ന കൃതി. ലോക ക്ഷീരദിനം എന്നാണ്? ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. ജൂൺ 1-നാണ് ലോക ക്ഷീരദിനം. എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആട്ടം. ആട്ടം എന്ന ചിത്രമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അൻപത്തിനാലാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024-ൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഓഗസ്റ്റ് 16-ന് ഇന്ത്യ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ കൃത്രിമോപഗ്രഹം ഏതാണ്? ഉത്തരം EOS 8. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. ഉത്തരം PR ശ്രീജേഷ് ആണ്.
ഒരു ഒളിമ്പിക്സിൽ ആദ്യമായി 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ആദ്യമായി 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കർ. മനു ഭാക്കറാണ് ആദ്യമായി 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ നേടിയ താരം ആരാണ്? ഉത്തരം നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് വെള്ളി മെഡൽ നേടിയത്. 2024 ജനസംഖ്യാ ദിന പ്രമേയം എന്താണ്? 2024 ജനസംഖ്യാ ദിന പ്രമേയം എന്താണ്? ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും എണ്ണുക. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും എണ്ണുക എന്നതാണ്. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ്? GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്ക്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? ശങ്കർ ലാൽവാനിയാണ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പട്ടിണി ജാഥയുടെ നേതാവ് ആരാണ്? പട്ടിണി ജാഥയുടെ നേതാവ് ആരാണ്? ഉത്തരം AK ഗോപാലൻ. AK ഗോപാലനാണ് പട്ടിണി ജാഥയുടെ നേതാവ്. ക്യാൻസർ ബാധിക്കാത്ത ഒരേയൊരു അവയവം ഏതാണ്? ക്യാൻസർ ബാധിക്കാത്ത ഒരേയൊരു അവയവം ഏതാണ്? ഹൃദയം. ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത ഒരേയൊരു അവയവം. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടാറുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം K കേളപ്പൻ. K കേളപ്പൻ കേരളഗാന്ധി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ആദ്യത്തെ മലയാള പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാള പത്രം. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ളത് ഏത് രാജ്യത്തിനാണ്? ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ളത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ശ്രീലങ്ക. ശ്രീലങ്കയ്ക്കാണ് ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയം ഉള്ളത്.